നമുക്കാർക്കും റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വരാൻ സാധ്യതയുള്ളൊരു അപകടമാണിത്. എന്തായാലും അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂൾ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് വീഡിയോ മുന്നോട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ഹൃദയഭേദകമായ ഒരു വാർത്തയാണ്. നമ്മൾ എത്രത്തോളം ആക്സിഡൻറ്റ് കുറയ്ക്കാമെന്ന് കേരളം നോക്കുന്നുണ്ട്, ഇന്ത്യയും നോക്കുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കുറയുന്നില്ല. അതിനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അത് നമ്മൾ വരുത്തി വെക്കുന്ന മിസ്റ്റേക്കുകളാണ്. ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ്. ജെയ്സൺ എന്ന് പറയുന്ന 32 വയസ്സുള്ളൊരു വ്യക്തി അത് കാരണം മരിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഒരു വണ്ടിയിലുണ്ടായിരുന്നത് ജെയ്സണും അതുപോലെ തന്നെ അവരുടെ ഭാര്യയുമാണ്. സിഗ്നൽ കിടക്കാൻ നോക്കിയതാണ്. അപ്പോഴത്തേനും ഒരു ട്രാവലർ വന്ന് ഇടിച്ചിടുകയായിരുന്നു. ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ആശുപത്രിയിലാണ്. കുഴപ്പമൊന്നും ഇല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ജെയ്സൺ 32 മരിച്ചിട്ടുണ്ട്. ഇവിടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആ ഒരു പിക്കപ്പ് വാൻ അല്ലെങ്കിൽ ആ ഒരു ട്രാവലറിൻ്റെ ഭാഗത്ത് നിന്നാണ്. അതായത് അവർ പോകുന്ന ഒരു സൈഡിലേക്ക് ചുമൽ ലൈറ്റ് ആയിരുന്നു കത്തിയിരുന്നത്. അതായത് കത്തിയിട്ട് കണ്ട് ഒരു സെക്കൻഡ് അങ്ങോട്ട് ആയതേ ഉള്ളൂ. അപ്പോഴത്തേനും ഇപ്പുറത്തെ സൈഡിൽ പോകുന്ന ആളുകൾക്ക്, അതായത് ജെയ്സൺ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് പോകുന്ന ആളുകൾക്ക് ഗ്രീൻ ലൈറ്റ് ആയിരുന്നു. സോ അവർ ഗ്രീൻ ലൈറ്റ് കണ്ടപ്പോൾ വണ്ടി പതിയെ അങ്ങോട്ട് എടുത്തു. ഇവർ ആ ഒരു ചുമൽ ലൈറ്റ് അങ്ങോട്ട് കത്തിയതേ ഉള്ളല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രാവലർ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് അങ്ങനെ ഇടിച്ചിടുകയായിരുന്നു. സോ അതൊരു നിയമലംഘനം തന്നെയാണ്. നിങ്ങളോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. അതായത് നിങ്ങൾ വണ്ടിയെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു വഴിയിലേക്ക് പോകാൻ ഇപ്പോൾ ചുമൽ ലൈറ്റ് ആകുമെന്ന് വെക്കുക. അതായത് 5-6 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു സമയം നിങ്ങൾ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാതിരിക്കുക. മാക്സിമം പെതുക്കുക. ഒരു 5-6 സെക്കൻഡ് ഉള്ളെങ്കിൽ അവിടെ തന്നെ നിൽക്കുക. എന്നിട്ട് അടുത്ത സിഗ്നലിന് മാത്രം മുന്നോട്ട് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക. സോ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും തെറ്റ് ഫുള്ളും ആ ഒരു ട്രാവലറിൻ്റെ ഭാഗത്ത് നിന്നാണ്. പിന്നെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുക. കാരണം ഇതുപോലുള്ള വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർ മിസ്റ്റേക്ക് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രം ഗ്രീൻ ലൈറ്റ് കത്തിയാലും വണ്ടി എടുക്കുക. അതുപോലെ